പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്രയിൽ, ഈ വചന പാരായണ യാത്രയിൽ എന്നോട് ഒപ്പം ചേർന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് 344-ാമത്തെ ദിവസം. ഇന്നത്തെ വായനാഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 23, 2 കൊരിന്തോസ് അധ്യായങ്ങൾ 12-13, സുഭാഷിതങ്ങൾ അധ്യായം 29, വാക്യങ്ങൾ 8 മുതൽ 11 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 23. പൗലോസ് ആലോചനാ സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരരെ, ഇന്നുവരെ ദൈവസമക്ഷം തീർത്തും നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചു പോന്നത്. പ്രധാന പുരോഹിതനായ അനനിയാസ് തൻ്റെ അടുത്തു നിന്നവരോട് അവൻ്റെ മുഖത്തടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു, വെള്ളപൂശിയ മതിലേ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു. എന്നെ നിയമാനുസൃതം വിധിക്കാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ? അടുത്തു നിന്നവർ ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ അധിക്ഷേപിക്കുകയാണോ? പൗലോസ് പറഞ്ഞു, സഹോദരരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത്. ഒരു വിഭാഗം സദൂക്കായരും മറുഭാഗം പരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ആലോചനാ സംഘത്തിൽ വിളിച്ചു പറഞ്ഞു, സഹോദരരെ, ഞാൻ ഒരു പരിസേയനും പരിസേയപുത്രനുമാണ്. മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവനിത് പറഞ്ഞപ്പോൾ പരിസേയരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. സംഘം വിഭജിക്കപ്പെട്ടു. എന്തെന്നാൽ ഉത്ഥാനമോ ദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദൂക്കായർ പറഞ്ഞിരുന്നത്. എന്നാൽ പരിസേയർ ഇതിലെല്ലാം വിശ്വസിക്കുന്നു. വലിയ ബഹളമായി. പരിസേയ വിഭാഗത്തിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. ഒരാത്മാവോ ദൂതനോ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം രൂക്ഷമായപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് പോലും സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ ഇറങ്ങിച്ചെന്ന് അവനെ അവരുടെ ഇടയിൽ നിന്ന് പാളയത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അവൻ സൈന്യത്തോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് വന്നു നിന്ന് അവനോട് പറഞ്ഞു, ധൈര്യപ്പെടുക, നീ ജെറുസലേമിൽ എന്നെ സാക്ഷ്യപ്പെടുത്തിയ പോലെ തന്നെ റോമായിലും സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. യഹൂദരുടെ ഗൂഢാലോചന. പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി. പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങളൊന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് അവർ ശപഥം ചെയ്തു. ഈ ശപഥം നടത്തിയവർ 40-ലേറെ പേരുണ്ടായിരുന്നു. അവർ പുരോഹിത പ്രമുഖന്മാരെയും ശ്രേഷ്ഠന്മാരെയും സമീപിച്ച് പറഞ്ഞു, പൗലോസിനെ കൊല്ലുന്നതുവരെ എന്തെങ്കിലും രുചിച്ചു നോക്കുക പോലുമില്ലെന്ന് ഞങ്ങൾ ശപഥമെടുത്തിരിക്കുകയാണ്. അവനെ സംബന്ധിക്കുന്നവ സൂക്ഷ്മതരമായി അന്വേഷിക്കാനെന്ന ഭാവേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആലോചനാ സംഘത്തോടൊത്ത് സഹസ്രാധിപനെ അറിയിക്കുവിൻ. അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പൗലോസിൻ്റെ സഹോദരീപുത്രൻ ഈ കെണിയെപ്പറ്റി കേട്ടു. അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട് വിവരമറിയിച്ചു. പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു, ഈ യുവാവിനെ സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുക. അവനോടെന്തോ പറയാനുണ്ട്. അതിനാൽ അവനെ സഹസ്രാധിപൻ്റെ പക്കൽ കൊണ്ടുചെന്ന് അവൻ പറഞ്ഞു, തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് ഈ യുവാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവന് നിന്നോടെന്തോ പറയാനുണ്ട് പോലും. സഹസ്രാധിപൻ അവൻ്റെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യത്തിൽ അന്വേഷിച്ചു, നിനക്കെന്നോട് എന്താണ് പറയാനുള്ളത്? അവൻ പറഞ്ഞു, യഹൂദർ പൗലോസിനെക്കുറിച്ച് സൂക്ഷ്മതരമായി അന്വേഷിക്കാനെന്ന ഭാവേന നാളെ അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നിന്നോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ അവർക്ക് വഴങ്ങരുത്. എന്തെന്നാൽ അവരിൽ 40-ലേറെ പേർ അവന് കെണിവെച്ചിരിക്കുകയാണ്. അവർ അവനെ വധിക്കുന്നതുവരെ തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് ശപഥമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ നിന്നിൽ നിന്ന് സമ്മതം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്നു. സഹസ്രാധിപനാകട്ടെ, ഇവ നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് യുവാവിനെ പറഞ്ഞയച്ചു. ഫെലിക്സിൻ്റെ അടുത്തേക്ക് അവൻ 2 ശതാധിപന്മാരെ വിളിച്ചു പറഞ്ഞു, രാത്രിയുടെ 3-ാം മണിക്കൂറിൽ കേസറിയ വരെ പോകാൻ 200 ഭടന്മാരെയും 70 കുതിരപ്പടയാളികളെയും 200 കുന്തക്കാരെയും ഒരുക്കി നിർത്തുക. പൗലോസിന് യാത്ര ചെയ്യാനുള്ള മൃഗങ്ങളെയും തയ്യാറാക്കുക. അവനെ ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം.
അവൻ ഇപ്രകാരം ഒരു കത്തെഴുതുകയും ചെയ്തു: അതിശ്രേഷ്ഠനായ ദേശാധിപതി ഫെലിക്സിന് ക്ലൗദിയൂസ് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. ഈ മനുഷ്യനെ യഹൂദർ പിടിച്ചു ബന്ധിച്ചു. അവർ ഇവനെ കൊല്ലാൻ ഒരുമ്പെട്ടു. ഇവൻ റോമാ പൗരനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഭടന്മാരോട് കൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു. ഇവൻ്റെ മേൽ കുറ്റം ആരോപിക്കാനുള്ള കാരണമെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു. അവൻ കുറ്റാരോപിതനായത് അവരുടെ ന്യായപ്രമാണം സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ കണ്ടു. മരണമോ ചങ്ങലയോ അർഹിക്കുന്ന ഒരാരോപണവും ഇല്ലായിരുന്നു. ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ ഇവനെ നിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അവനെതിരെ നിന്റെ മുമ്പിൽ പറയാൻ പരാതിക്കാരോടും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭടന്മാർ തങ്ങൾക്കുള്ള കൽപ്പനയനുസരിച്ച് രാത്രി തന്നെ പൗലോസിനെ അന്തിപ്പാത്രിസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം അവനോടൊന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി. അവർ കേസറിയയിലെത്തി കത്ത് ദേശാധിപതിയെ ഏൽപ്പിച്ചിട്ട് പൗലോസിനെ അവൻ്റെ സമക്ഷം ഹാജരാക്കി. കത്ത് വായിച്ച ശേഷം അവൻ ഏത് പ്രവിശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു. കിലിക്കിയായിൽ നിന്നുള്ളവൻ എന്നറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു: നിന്റെ പരാതിക്കാരും കൂടി വരുമ്പോൾ നിന്നെ ഞാൻ വിസ്തരിക്കാം. ഹെറോദേസിൻ്റെ പ്രത്തോറിയത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു. 2 കോരിന്തോസ് അധ്യായം 12. ദർശനങ്ങളും വെളിപാടുകളും. എനിക്ക് ആത്മപ്രശംസ ചെയ്യേണ്ടതുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. എന്നാലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യനെ എനിക്കറിയാം. ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. അവൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു. അവാച്യവും മനുഷ്യന് വിവരിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഇവനെക്കുറിച്ച് ഞാൻ പ്രശംസിച്ചു പറയും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ആത്മപ്രശംസ ചെയ്യില്ല. ആത്മപ്രശംസ നടത്താൻ ഞാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാകുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ കൂടാരമടിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ആത്മപ്രശംസ നടത്തും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കുന്നു. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പൗലോസിൻ്റെ ഉത്കണ്ഠ. ഞാൻ ഒരു ഭോഷനായിപ്പോയല്ലോ. നിങ്ങളാണ് അതിന് കാരണക്കാർ. എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. ഞാൻ ഒന്നുമല്ലെങ്കിലും ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും പിന്നിലല്ല. അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ശക്തികളിലും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും അപ്പസ്തോലൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടായി. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത്? ആ അപരാധം എന്നോട് ക്ഷമിക്കുവേൻ. ഇതാ ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. ഞാനൊരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളവയല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും കുറച്ച് മാത്രമാണോ ഞാൻ സ്നേഹിക്കപ്പെടേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നാലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു. അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചില്ലല്ലോ. ഞങ്ങൾ ചരിച്ചത് ഒരേ ആത്മാവിലല്ലേ, ഒരേ കാൽപ്പാടുകളിലല്ലേ? ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ
നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നും, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ മുഴുകിയ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്തോസ് അധ്യായം 13. മുന്നറിയിപ്പുകൾ. 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ 2-ാം സന്ദർശനവേളയിൽ ഞാൻ ചെയ്ത പോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. അവനിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കും. നിങ്ങളുടെ വിശ്വാസത്തിലാണോ നിങ്ങൾ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജിതരായിരിക്കുന്നു. ഞങ്ങൾ പരാജിതരല്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതെന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ വിജയികളായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. സത്യത്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു. കർത്താവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ പണിതുയർത്താനാണ്, ഇടിച്ചു തകർക്കാനല്ല. അഭിവാദനങ്ങൾ. അവസാനമായി സഹോദരരെ, സന്തോഷിക്കുവിൻ, പൂർണ്ണരാകുവിൻ, പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ വർത്തിക്കുവിൻ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 29, വാക്യങ്ങൾ 8 മുതൽ 11 വരെ. പരിഹാസകർ നഗരം കത്തിക്കുന്നു, ജ്ഞാനികളാകട്ടെ ക്രോധം പിൻവലിപ്പിക്കുന്നു. ജ്ഞാനിയായ ഒരാൾ വിഡ്ഢിയായ ഒരുവനുമായി ന്യായവിചാരണയിലേർപ്പെട്ടാൽ അവൻ വികാരം കൊള്ളുകയും കളിയാക്കുകയും ചെയ്യും, സ്വസ്ഥത ഉണ്ടാകില്ല. രക്തദാഹികൾ നിഷ്കളങ്കനെ വെറുക്കുന്നു, ധർമ്മിഷ്ഠരെയും അവർ അവൻ്റെ ജീവൻ അന്വേഷിക്കുന്നു. ഭോഷൻ തൻ്റെ വികാരമെല്ലാം തുറന്നുവിടുന്നു, ജ്ഞാനി അതിനെ പിന്നിലാക്കി പ്രശാന്തമാക്കുന്നു. പ്രിയമുള്ളവരെ, 344-ാമത്തെ ദിവസം. നല്ല കർത്താവേ, ഒത്തിരി സ്നേഹത്തോടെ ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനചിന്തകൾക്കായി അങ്ങ് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫെലിക്സ് എന്ന ദേശാധിപതിയുടെ കസ്റ്റഡിയിൽ അപ്പസ്തോലനാക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെയും അപ്പസ്തോലൻ യേശുവിന് സാക്ഷ്യം നൽകുകയാണ്. ഈശോ നൽകിയ സുവിശേഷങ്ങളിൽ നൽകിയ മുന്നറിയിപ്പുകളുടെ ഭാഗമായിരുന്നു, നിങ്ങൾ നാടുവാഴികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരും, അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. ഇവിടെ വിജാതീയരുടെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ, നിർത്തപ്പെടേണ്ടി വരുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് യേശുവിന് സധൈര്യം സാക്ഷ്യം നൽകുകയാണ്. എന്നാൽ ഫെലിക്സ് പൗലോസിൽ നിന്ന് കൈക്കൂലിയാണ് ആഗ്രഹിച്ചിരുന്നത്. ഫെലിക്സ് ഒരിക്കലും സത്യസന്ധനായ ഒരു ന്യായാധിപനായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയല്ലാതെ അതിനപ്പുറത്തേക്കൊരു നിലപാടെടുത്തതായി നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കുന്നില്ല. സുവിശേഷം കേൾക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. സുവിശേഷം കേട്ട് സ്വീകരിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ വലിയ ഒരു മഹാഭാഗ്യമാണ്. എത്രയോ പേരാണ് സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും ആത്മവഞ്ചനയോടെ അതിനോട് പ്രതികരിക്കാതെ കടന്നുപോയവർ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്താവേ, സുവിശേഷം കേൾക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. സുവിശേഷം
സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ തുറവിയും ഈ കാലത്തിനുണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പസ്തോലനായ പൗലോസിന് ഉണ്ടായ സ്വർഗീയ ദർശനത്തെക്കുറിച്ച് ഒരു സൂചന നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദർശനത്തെ നമ്മൾ കാണേണ്ടത്, അദ്ദേഹം ത്രോവാസിൽ വെച്ച് കഠിനമായി മർദ്ദിക്കപ്പെട്ടു, കല്ലെറിയപ്പെട്ടു, അദ്ദേഹം മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയി. പലരും പറയാറുണ്ട്, ഈ ഒരു സന്ദർഭത്തിലാവണം അദ്ദേഹത്തിന് സ്വർഗദർശനം ഉണ്ടായത്. അദ്ദേഹം മരിച്ച് ആത്മാവ് സ്വർഗത്തിൻ്റെ ഏതോ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത, ഭാഷകൾക്ക് വിവരിക്കാനാവാത്ത ഒരു മനോഹര ദർശനത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് മടങ്ങി വരുന്ന അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും അദ്ദേഹം പറയുകയാണ്, ഈ പറഞ്ഞതും ഈ പറയുന്നതുമൊക്കെ എത്രയോ നിസ്സാരമാണ്, അതിനപ്പുറത്തുള്ള എത്രയോ ഉന്നതമായ കാര്യങ്ങളാണ്, സ്വർഗീയമായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇത്രയും ഉന്നതമായ സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് എന്നെ പീഡിപ്പിക്കാനുള്ള ഒരു മുള്ള് ഉണ്ടായിരുന്നു. ഒരു സഹനം എന്ന് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ഒരു പാപമെന്ന് അല്ല, ഒരുപക്ഷെ ഒരു പ്രലോഭനമെന്ന് പോലുമല്ല, മറിച്ച് അദ്ദേഹം എന്തോ ഒരു സഹനം. അത് ഒരു രോഗമാവാം, അല്ലെങ്കിൽ കൂടെയുള്ള ചില വ്യക്തികളിൽ നിന്ന് ഏൽക്കുന്ന ചില മുറിവുകളാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഏതെങ്കിലും ശാരീരിക വൈകല്യങ്ങളാകാം. അത്തരം എന്തോ ഒരു ഭാരം നിരന്തരമായി അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അത് മാറാൻ അദ്ദേഹം 3 തവണ കൃത്യമായി പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈശോ അത് എടുത്തു മാറ്റിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധാരണ ആത്മീയതയ്ക്കപ്പുറത്ത് ആണ് ദൈവം പൗലോസിനെ നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം, എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ല അതിന് മറുപടി നൽകപ്പെടുന്നത്. അതായത് ചോദിച്ചതല്ല നമുക്ക് ലഭിക്കുന്നത്, ആവശ്യമുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമുക്ക് ദൈവം തരുന്നത് നമ്മൾ ചോദിച്ചതല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ്. God did not give me what I asked, but what I needed. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിരാശപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയില്ല എന്നേ നിങ്ങൾ പറയുന്നുള്ളൂ. മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു വിധത്തിലാവും. അതായത് നമ്മളെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ രാപകൽ അധ്വാനിക്കുന്ന നല്ല ദൈവത്തിനറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. ആ വേണ്ടത് അവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. കർത്താവ് പറയുന്നു, നിനക്കിപ്പോൾ ആവശ്യമുള്ളത് ഈ സൗഖ്യമല്ല, ഈ പ്രാർത്ഥനയ്ക്കുള്ള നീ ആഗ്രഹിക്കുന്ന മറുപടിയല്ല, മറിച്ച് കൃപയാണ്. കൃപയുണ്ടാവാൻ, കൃപ നിലനിൽക്കാൻ, കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് ഈ വേദന അവിടെ തൽക്കാലം നിലനിൽക്കട്ടെ എന്നാണ് അദ്ദേഹത്തോട് കർത്താവ് പറയുന്നത്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എത്ര മനോഹരമായ ഒരു വാക്യമാണത്, എത്ര മനോഹരമായൊരു വാക്യം. ചില ചോദ്യങ്ങളും അതിനുത്തരം കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളുമൊക്കെ മനസ്സിലിങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണ് അടച്ചിട്ട് പറയണം, കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ മതി. യുവർ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ മീ. ദൈവം നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ കാത്തിരിക്കുന്നു. മറക്കരുത്, നാളെ നിങ്ങളെ കാണും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.